ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റായ എരിതിയിൽ ഉയിരോടെ എന്നുള്ള പാഠമാണ് കേട്ടോ. ഇതൊരു കഥയാണ്, ഒരു ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥയാണ്. ആ പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ ശരി, നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ഗ്രീക്ക് പുരാണ കഥകളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാനായി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ വായിക്കൂ. ഭ്രാന്തിയെ പോലെ സൈക്കെ അലഞ്ഞു നടന്നു. ആരും തുണയില്ലാത്ത അവസ്ഥ. കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോടും അവൾ തന്റെ സങ്കടം പറഞ്ഞു. ഈറോസ് ദേവൻ എവിടെയാണെന്ന് ചോദിച്ചു. ഒരു ഉത്തരവും അവൾക്ക് കിട്ടിയില്ല. അവസാനം ഡിമിറ്റർ എന്ന വസന്തദേവതയെ അവൾ കണ്ടു. കണ്ണീർ പൊഴിച്ചു വിലപിക്കുന്ന അവളിൽ ആ ദേവി കനിഞ്ഞു. ദേവി പറഞ്ഞു, ഈറോസ് ദേവനെയാണല്ലോ നീ അന്വേഷിക്കുന്നത്. അദ്ദേഹം അമ്മയായ അഫ്രോഡിറ്റിയുടെ അടുത്തുണ്ട്. വിളക്കിലെ എണ്ണ വീണതുകൊണ്ട് തോൾ പൊള്ളി ആ ദേവൻ വേദനിച്ചു കിടക്കുകയാണ്. കഷ്ടം, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ദേവി, എന്നെ രക്ഷിക്കൂ, എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഡിമിറ്റർ പറഞ്ഞു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആഫ്രോഡിറ്റി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുക. പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം. അവർ ഇപ്പോൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. സൈക്കെ ആഫ്രോഡിറ്റി ദേവിയുടെ അടുത്തെത്തി. അവൾ പറഞ്ഞു, ദേവി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ തെറ്റു ചെയ്തു പോയി. എന്തു പരിഹാരം വേണമെങ്കിലും ചെയ്തു കൊള്ളാം. അഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. എങ്ങനെയും സൈക്കയെ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് അവൾ നിശ്ചയിച്ചിരുന്നു. ആഫ്രോഡിറ്റി ചോദിച്ചു, ഞാൻ പറയുന്ന ഏത് ജോലിയും നീ ചെയ്യുമോ? തീർച്ചയായും ചെയ്യാം ദേവി, സൈക്കെ പറഞ്ഞു. എന്നാൽ ആ കാണുന്ന നെല്ലും ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യ കൂമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ ഇനം തിരിച്ചു പെറുക്കി കൂട്ടണം. ഇന്ന് സന്ധ്യയ്ക്കു മുൻപ് ഇത് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാകും. വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാം. അഫ്രോഡിറ്റി ഇത് പറയുമ്പോൾ ചുണ്ടിലൊരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ സൈക്കെ ജോലി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു. ഭാരിച്ച ആ ജോലി മാസങ്ങൾ കൊണ്ടുപോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് വ്യക്തമായി. മല പോലെ മുന്നിൽ കിടന്ന ധാന്യക്കൂമ്പാരത്തിന് മുൻപിലിരുന്ന് സൈക്കെ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യമന്വേഷിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ എല്ലാം പറഞ്ഞു. ഉറുമ്പുകളുടെ രാജാവ് പറഞ്ഞു, സഹോദരി, കരയേണ്ട. ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തീർക്കാം. ലക്ഷോപലക്ഷം ഉറുമ്പുകൾ അവിടെ എത്തി. അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ധാന്യമണികൾ ഇനം തിരിച്ച് കൂനകളാക്കി മാറ്റി. സൈക്കെ ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു. സന്ധ്യയ്ക്ക് അഫ്രോഡിറ്റി വന്നു. ധാന്യങ്ങൾ അതതിടങ്ങളിൽ ഇനം തിരിച്ചു കൂട്ടിയിരിക്കുന്നു. ദേവി വിസ്മയിച്ചു. എങ്കിലും എങ്ങനെയാണ് പറഞ്ഞത്? ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല. എന്തോ വഞ്ചന ഇതിലുണ്ട്. ഒരു റൊട്ടിക്കഷ്ണം അവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിൽ അടച്ചു. സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു. പിറ്റേ ദിവസം ആഫ്രോഡിറ്റി ദേവി മലമടക്കുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന കരിനദി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ നദിയുടെ ഉറവിടത്തിൽ നിന്ന് മഞ്ഞുകട്ട പോലെ തണുത്ത ജലം എനിക്ക് എടുത്ത് പാത്രം നിറയ്ക്കണം. സന്ധ്യയ്ക്ക് മുൻപ് എൻ്റെ പക്കൽ അത് എത്തിക്കണം. അല്ലെങ്കിൽ മരണമായിരിക്കും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ. ഓർമ്മിച്ചുകൊള്ളൂ. രൗദ്രഭാവത്തോടെ ദേവി ചഷകം സൈക്കയുടെ കയ്യിലേൽപ്പിച്ച് കടന്നുപോയി. സൈക്കെ പളുങ്കുപാത്രവുമായി കരിനദിയുടെ ഉറവിടം തേടിപ്പോയി. വലിയ മലകളുടെ ഉച്ചിയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം. ദുർഘടമായ മലയിടുക്കുകളിൽ കൂടി അവൾ കുറെ ദൂരം മുന്നോട്ട് പോയി. വഴി ആപൽക്കരം. മുകളിൽ ഹിംസ്ര ജന്തുക്കൾ. കരിനദിയുടെ ഉറവിടത്തിനടുത്ത് വരുന്നവരെ വിഴുങ്ങാൻ മലമ്പാമ്പുകൾ കാത്തുനിൽപ്പുണ്ട്. ഭീകരസത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങിക്കേട്ടു. അവൾ പേടിച്ചരണ്ടു. ആകാശത്തു പറന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ടു. അവളുടെ ദൈന്യത കണ്ട് ആർദ്രത തോന്നിയ കഴുകൻ അടുത്തു വന്നു പറഞ്ഞു, കുട്ടി, മലയിൽ നീ കയറരുത്. കണ്ണീരോടെ തന്റെ കഥകളെല്ലാം സൈക്കെ കഴുകനോട് പറഞ്ഞു. കഴുകന്റെ മനസ്സലിഞ്ഞു. നീ ഇവിടെ തന്നെ നിൽക്കൂ, കഴുകൻ തുടർന്നു. നിന്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർ ജലം ഞാൻ ശേഖരിച്ചു തരാം. നീണ്ട കൊക്കിൽ പളുങ്കുപാത്രവും എടുത്ത് കഴുകൻ പറന്നുപോയി. നിമിഷങ്ങൾക്കകം തണുത്ത ജലം നിറച്ച പാത്രവുമായി തിരിച്ചെത്തി. സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു. വെള്ളം തുളുമ്പിപ്പോകാതെ അവൾ സാവധാനം താഴ്വരയിലിറങ്ങി. താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുൻപിലെത്തിയ സൈക്കയോട് അപ്പോഴും കോപമാണ് ദേവിക്കുണ്ടായത്. അവളെ അഫ്രോഡിറ്റി കഠിനമായി ശകാരിച്ചു, ശപിക്കുകയും ചെയ്തു. കടുത്ത വേദനയോടെ സൈക്കെ നിലത്തു വീണു. സംഭവങ്ങളെല്ലാം ഈറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു. അഫ്രോഡിറ്റി കടന്നുപോയപ്പോൾ അദ്ദേഹം അവളുടെ സമീപം വന്നു. അവൾ അമ്മയുടെ ശകാരവും ശാപവും ഏറ്റ് ബോധമറ്റ് തറയിൽ കിടക്കുകയാണ്. ഈറോസിന്റെ മനസ്സ് വേദനിച്ചു. ചഷകത്തിലെ കുളിർജലം തളിച്ച് ഈറോസ് സൈക്കയെ ഉണർത്തി.
ഈറോസിന്റെ ദർശനത്തിൽ സൈക്കെ കോരിത്തരിച്ചു. അവൾ തന്റെ വേദനകളെല്ലാം മറന്നു. അവളുടെ കൈപിടിച്ച് ഈറോസ് ദേവൻ നടന്നു. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കഥ വായിക്കാൻ പറയാം. എല്ലാവരും മൗനമായി 1-2 തവണ കഥ വായിക്കൂ. ഇനി കഥ ഉറക്കെ വായിച്ചു കേട്ടാലോ? ഓരോരുത്തരായി ഗ്രൂപ്പിൽ കഥ ഭാഗങ്ങളായി വായിച്ചു പൂർത്തിയാക്കണം. വായിച്ചും വായന കേട്ടുമുള്ള ഓർമ്മ വെച്ച് ഈ കഥ ആർക്കെല്ലാം പറയാൻ പറ്റും? പറഞ്ഞു നോക്കൂ. കഥാവായനയും കഥ പറച്ചിലും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്യൂ. കഥാവായനയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്ഷരസ്ഫുടതയും ഉച്ചാരണ ഭംഗിയും ഭാവം ഉൾക്കൊണ്ട വായനയുമെല്ലാം അതിൽ ചിലതാണ്. ഓരോ വാക്കുകൾക്കും വാക്യങ്ങൾക്കും അനുസരിച്ചുള്ള ശബ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലും നല്ല വായനയിൽ പ്രധാനമാണ്. എന്നാൽ കഥ പറച്ചിലിന് ഇക്കാര്യങ്ങൾ നിർബന്ധമായി വരുന്നില്ല. കഥയുടെ രത്നചുരുക്കം പറഞ്ഞാലും കഥ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഇനി കഥ പറച്ചിലിന്റെയും കഥാവായനയുടെയും പ്രത്യേകതകൾ നോക്കാം. കഥ പറച്ചിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാമൊഴിക്ക് പ്രാധാന്യം, വ്യക്തത, സ്പഷ്ടത, ഭാവപ്രകടനത്തിന് കൂടുതൽ പ്രാധാന്യം, ശബ്ദ നിയന്ത്രണം, ക്രമം പാലിക്കൽ. കഥാവായന വരമൊഴിക്ക് പ്രാധാന്യം, ഒഴുക്ക്, അക്ഷരസ്ഫുടത, വ്യക്തത, ഭാവം, ശബ്ദ നിയന്ത്രണം എന്നിവയാണ്. ചോദ്യം 2. കഥാപാത്രങ്ങളോടൊപ്പം എരുതിയിൽ ഉയിരോടെ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? 2-3 വാക്യം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തൂ. ആദ്യത്തെ കഥാപാത്രം സൈക്കയാണ്. സൈക്കെ തന്റെ പ്രിയതമനായ ഈറോസ് ദേവന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവൾ. ഈറോസിന്റെ അമ്മയായ അഫ്രോഡിറ്റി തന്നെ ഒത്തിരി കഷ്ടപ്പെടുത്തിയപ്പോഴും ഉപദ്രവിച്ചപ്പോഴും ഈറോസിനെ കാണാനായി എല്ലാം സഹിച്ചു. ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോഴും തളരാതെ സൈക്കെ പിടിച്ചു നിന്നു. ഈറോസ് സൈക്കെ തനിക്ക് വേണ്ടി നേരിടുന്ന കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടും അവളെ സഹായിക്കാൻ ഈറോസിന് കഴിയുന്നില്ല. അമ്മയ്ക്ക് സൈക്കയെ വെറുപ്പാണെങ്കിലും ഈറോസ് അവളെ ജീവനോളം സ്നേഹിക്കുന്നു. അഫ്രോഡിറ്റി, ഈറോസിന്റെ അമ്മ, സൈക്കയെ ഇഷ്ടപ്പെടുന്നില്ല. അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവളെ കൊണ്ട് ഭാരിച്ച അപകടം നിറഞ്ഞ ജോലികൾ ചെയ്യിപ്പിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് തന്റെ കൽപ്പനകൾ ചെയ്തു വരുന്ന സൈക്കയെ ഒരു വിധത്തിലും അഫ്രോഡിറ്റി അംഗീകരിക്കുന്നില്ല. ഡിമിറ്റർ, ഈറോസിനെ തിരഞ്ഞു വളരെ സങ്കടപ്പെട്ട് വിലപിക്കുന്ന സൈക്കയ്ക്ക് ഈറോസ് ദേവൻ എവിടെയെന്ന് പറഞ്ഞുകൊടുത്ത് അവളെ സഹായിക്കുന്നു. ചോദ്യം 3. എനിക്കും പറയാനുണ്ട്. ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല. എന്തോ വഞ്ചന ഇതിലുണ്ട്. ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല. ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും. വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കയോട് അഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. അഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തുക. നോട്ട് പുസ്തകത്തിൽ കുറിക്കുക. ഒരിക്കലും ഞാൻ ഈ പ്രവൃത്തിയോട് യോജിക്കുന്നില്ല. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും അവരുടെ കഷ്ടപ്പാടുകൾക്ക് വില കൊടുക്കാനും അവരുടെ ത്യാഗങ്ങൾ അംഗീകരിക്കാനുമുള്ള മനസ്സ് അഫ്രോഡിറ്റിക്ക് ഇല്ല. അഫ്രോഡിറ്റി സൈക്കയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല അവളെ പല അപകടങ്ങളിലും പെടുത്താൻ നോക്കുന്നുമുണ്ട്. ഈറോസിനെ കാണാൻ വേണ്ടി സൈക്കയ്ക്ക് അഫ്രോഡിറ്റി ഏൽപ്പിക്കുന്ന ചുമതലകൾ എല്ലാം തന്നെ വളരെ അപകടം നിറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം അനുസരിക്കുന്ന സൈക്കയെ അതൊന്നും അവൾ ചെയ്തതല്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് അഫ്രോഡിറ്റി ചെയ്യുന്നത്. ഇത് വളരെ മോശം സ്വഭാവമാണ്. നാം ഒരിക്കലും ഇങ്ങനെയാവരുത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നാം പഠിക്കണം. ചോദ്യം 4. പഴഞ്ചൊല്ലിന്റെ പൊരുൾ. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കു മീതെ തോണി. ഈ ചൊല്ലിന്റെ ആശയം എന്താണ്? ഒന്നല്ലൊരു കോടി മാവേലിമാർ, ഭൂമിക്ക് വേണ്ടി, എരിതീയിലുയിരോടെ എന്നീ പാഠങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതൂ. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിലൂടെ തന്നെ അതിനൊരു പരിഹാരവുമുണ്ട് എന്നതാണ് ഇവിടെ ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും കരുത്തോടെ മുന്നേറണം എന്നാണ് കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റ് നമ്മെ പഠിപ്പിച്ചത്. മഹാപ്രളയകാലത്ത് ജാതി-മത ഭേദമില്ലാതെ കേരള ജനത ഒറ്റക്കെട്ടായി കൈകോർത്ത് കരകയറിയ അനുഭവമാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിൽ നമ്മൾ കണ്ടത്. പ്രളയത്തിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ പലർക്കുമുണ്ടായി. വീട് നഷ്ടമായി, കൂടപ്പിറപ്പുകൾ നഷ്ടമായി, അച്ഛനെയും അമ്മയെയും വരെ നഷ്ടമായി. അപ്പോഴെല്ലാം അവരെ സഹായിക്കാൻ, ചേർത്തു നിർത്താൻ, മുന്നോട്ട് നയിക്കാൻ ഒട്ടേറെ ആളുകളെത്തി. ആ കരുത്തോടെ ഓണക്കാലത്തെ വരവേൽക്കാൻ നിൽക്കുന്ന ജനതയുടെ ശുഭപ്രതീക്ഷയും ഈ കവിതയിലുണ്ട്. ആഗോളതാപനം രൂക്ഷമായ ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തി ഭൂമിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ ഗ്രേറ്റ എന്ന പെൺകുട്ടിയെയാണ് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്ത് നാം കണ്ടത്. ഭൂമിയുടെ സുരക്ഷിതമായ വീണ്ടെടുപ്പിനു വേണ്ടി ഒറ്റയ്ക്ക് പോരടിച്ച ഗ്രേറ്റയ്ക്ക് പിന്തുണയുമായി പിന്നീട് ഒത്തിരി പേർ എത്തി. ഇവിടെയും ഒത്തൊരുമ നമുക്ക് കാണാനായി. തന്നെ താലികെട്ടിയ ഭർത്താവിനായി ഒട്ടേറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയെയാണ് എരിതീയിലുയിരോടെ എന്ന പാഠഭാഗത്ത് നമുക്ക് കാണാനാവുന്നത്. തൻ്റെ പ്രയാസഘട്ടത്തിൽ അവളെ സഹായിക്കാനെത്തിയത്
പ്രകൃതി തന്നെയായിരുന്നു. അഫ്രോഡിറ്റിയുടെ ആദ്യ കൽപ്പന ധാന്യങ്ങൾ വേർതിരിച്ച് കൂട്ടങ്ങളാക്കാനായിരുന്നു. ഒരു മാസത്തോളം അഹോരാത്രം പരിശ്രമിച്ചാലും സൈക്കയ്ക്ക് അത് ഒറ്റയ്ക്ക് സാധ്യമാവുമായിരുന്നില്ല. എന്നാൽ അവിടെ ഉറുമ്പുകൾ അവളെ അതിന് സഹായിച്ചു. ലക്ഷോപലക്ഷം ഉറുമ്പുകൾ വന്ന് നിമിഷനേരം കൊണ്ട് ധാന്യങ്ങളെ വേർതിരിച്ചു. പിന്നീട് മലമടക്കുകളിലെ കരിനദിയിൽ നിന്നും തെളിനീർ കൊണ്ടുവരാനായിരുന്നു അഫ്രോഡിറ്റിയുടെ കൽപ്പന. അതിനായി സൈക്കയെ ഒരു കഴുകനാണ് സഹായിച്ചത്. ഇവിടെയും ഒരുമ നമുക്ക് കാണാനായി. ഇത്തരത്തിൽ ഒരുമയെക്കുറിച്ചും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുന്നതിനെക്കുറിച്ചുമാണ് ഈ 3 പാഠഭാഗങ്ങളിലും നാം പഠിച്ചത്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് എരുതിയിലൂരോടെ എന്നുള്ള ഈ ചെറിയ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്